എന്റെ പൊന്നു ചേട്ടാ ഈ പറയുന്നത് മനസ്സിലാവുന്നത് തലേ കയറുന്നില്ല വല്ല മരുന്ന് തന്നെ മേടിച്ചു എത്ര പറഞ്ഞു മറുപടി ഉണ്ടോ ഒന്നും പറയാൻ വേണ്ട. മോശമായിട്ട കാര്യം നടന്നില്ല, വെറുതെ പോസ്റ്റ് പോയി. അവിടെ മുട്ടനടിയായിരുന്നു. ഞാൻ വന്ന് കയറിയത് 2 ലക്ഷം വ്യൂസ് ആയി. ആ കണ്ടില്ലേ മുട്ടനടിയെന്ന്. അവിടുത്തെ അടി പോട്ടെ, ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ കിടക്കുന്നത് എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതൊക്കെ കേക്ക് എന്റെ വീടിന്റെ അപ്പുറത്തെ കൊച്ചു കട അരി വാങ്ങിക്കുമ്പോൾ ഇറക്കടി ഒളിച്ചോടി വാർത്ത ഇട്ടേക്ക് ഇതാണല്ലോ വാർത്ത കിടക്കുന്നത്. അത് തന്നെ തുറന്ന് നോക്കിയപ്പോ തന്നെ ഇങ്ങോട്ട് നോക്കുന്നത് തമിഴിലെ അവിടുത്തെ പള്ളിയിലെ പ്രശ്നം നമ്മുടെ ഭദ്രാസനുണ്ടല്ലോ പേരും അവിടുത്തെ കമന്റ് കാണൂ. എന്തോരം ഒരു മണിക്കൂർ 1 ലക്ഷം പേര് കണ്ടുപിടിക്കും. നെഗറ്റീവ് മതിയില്ല, എന്ത് ചെയ്യാണല്ലോ. എന്തുവാടാ മൊത്തം നെഗറ്റീവ്. ഇവിടെ നോക്കിയാലും വെച്ചാൽ നെഗറ്റീവ് വെച്ചാൽ ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നെഗറ്റീവിലൂടെ റീച്ച് നേടുക എന്നുള്ളത്. ഇന്ന് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും നെഗറ്റീവ് പറയുക, അതിനകത്തൂടെ റീച്ച് നേടുക. എന്നാൽ ഇത്ര സുന്ദരമായ ലോകത്തെക്കുറിച്ച് എന്തുമാത്രം നന്മകൾ പറയാൻ നമുക്കുണ്ട്. ഈ നോമ്പ് കാലത്ത് ഞങ്ങളൊരു കൊച്ചു കാര്യം പറയാണ്. നമ്മുടെ ഈ ലോകത്തിൻ്റെ നന്മകൾ കാണാനും നന്മകൾ പ്രചരിപ്പിക്കാനും കഴിയണം. ഈ സൂര്യൻ ഉദിച്ച് ഇത്രമാത്രം വെളിച്ചം തരുമ്പോൾ ആ വെളിച്ചത്തെക്കുറിച്ച് ആരും പറയുന്നില്ല. അവിടെ ഇവിടെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഇരുട്ടിൻ്റെ അനുഭവങ്ങളെ വല്ലാതെ ഇരുട്ടാക്കി കാണിച്ചുകൊണ്ട് ലോകത്തെ മുഴുവനും നെഗറ്റീവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ജീവിതയാത്രയിൽ എപ്പോഴും കാണുന്നൊരു കാഴ്ച തന്നെ ഒറ്റ കൊടുത്തവരെയും തള്ളിപ്പറഞ്ഞവരെയും ആരും അവർ ഉപേക്ഷിക്കുന്നില്ലെന്നുള്ളതാണ്. അവരെയൊക്കെ ചേർത്ത് വെക്കാൻ ശ്രമിക്കുകയാണ്. നമുക്ക് ഈ നോമ്പ് കാലഘട്ടത്തിൽ നെഗറ്റീവായിട്ടുള്ള ആളുകളിൽ നിന്നും നെഗറ്റീവ് പ്രചരിപ്പിക്കുന്നതിൽ നിന്നും നന്മ പ്രചരിപ്പിക്കാനും എല്ലാവരെയും ചേർത്ത് നിർത്താനും കഴിയുമ്പോൾ കുറേ കൂടെ മെച്ചമാകും. അതിന് നമ്മുടെ നയനങ്ങളെയും നമ്മുടെ ചിന്തകളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും ഒക്കെ പോസിറ്റീവായിട്ട് നിർത്തിയാൽ മതി. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പാടാനായിട്ട് പറ്റും. വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ, നയനമോഹങ്ങൾ ത്യജിച്ചിടുവാൻ, വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ, വേദപ്രമാണത്തെ നൽകിടണേ, നിൻ കൃപയിൽ കരുണയാൽ കാത്തിടണേ. വേദപ്രമാണത്തെ